താമരയുടെ തണ്ട് പ്രാണനാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നു പോകുന്നു തണ്ട്. ഈ പ്രാണവായു അങ്ങോട്ട് പോയാലുണ്ടല്ലോ, പിന്നെ മനസ്സെന്ന താമരയ്ക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രാണനും മനസ്സും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. മനസ്സിലായോ എന്നറിയില്ല. പ്രാണനും മനസ്സും. മനസ്സിനെ ഒതുക്കാൻ പ്രാണവായുവിലൂടെ സാധിക്കും. അതുകൊണ്ടാണ് ഈ പ്രാണായാമം വികസിപ്പിച്ചത് പലരും. ഇനി പ്രാണനെ ശരിയാക്കാൻ മനസ്സിലൂടെയും സാധിക്കും, ചിന്തകളിലൂടെയും സാധിക്കും. സ്വാമി മനസ്സിലാവണില്ല ഈ പറയുന്നതൊന്നും. സ്വാമി പറയുന്നത് നിങ്ങൾ സ്വന്തം ജീവിതത്തെ ഒബ്സർവ് ചെയ്യൂ. എപ്പോഴൊക്കെ നിങ്ങൾ മെൻ്റലി ടെൻഷനുള്ള സമയമുണ്ടോ അപ്പോഴൊക്കെ നോക്കൂ. നിങ്ങളുടെ ബ്രീത്തിങ് എങ്ങനെയായിരിക്കും? വളരെ സ്പീഡ് കൂടുമോ? ഉണ്ടോ? ഇനി നിങ്ങൾ ഓടിക്കതച്ചിരിക്കുന്നു, ആകെ തളർന്നിരിക്കുകയാണ് ഓടിയിട്ട്, ആ സമയത്ത് മനസ്സ് പ്രവർത്തിക്കുമോ? ടെൻഷൻ ഉണ്ടാവുമോ മനസ്സിൽ വല്ലതും? നോക്കൂ നിങ്ങൾ. പ്രാണൻ ക്ഷീണിച്ചാൽ മനസ്സ് ക്ഷീണിച്ചു, മനസ്സ് ക്ഷീണിച്ചാൽ പ്രാണനും ക്ഷീണിച്ചു. അത് നമ്മുടെയൊക്കെ അനുഭവമാണെങ്കിൽ പ്രാണനും മനസ്സും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. മനസ്സിലായോ? അപ്പം താമരത്തണ്ട് എന്ന് പറയുന്നത് പ്രാണനും ആ താമരപ്പൂവ് എന്ന് പറയുന്നത് മനസ്സുമാണ്. അതിലിരിക്കുന്ന ബ്രഹ്മാവെന്ന് പറയുന്നത്, ബ്രഹ്മാവിന് എത്ര തലകളാണ്? 4 തലകളാണ്. നമ്മുടെ മനസ്സിന് 4 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണുള്ളത്. എത്ര ഗംഭീരമാണ് ഋഷിമാരെ കണ്ടെത്തിയെന്നറിയോ? ഏതൊക്കെയാണ് ഇത്രയും 4 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ? ഒന്ന്, നമ്മൾ മനസ്സെന്ന് പറയുന്ന ശക്തി. ഈ മനസ്സെന്ന് പറയുന്ന ശക്തിയാണ് നമ്മളെ ഉണർത്തുന്നത്, ഈ ശരീരത്തെ ഉണർത്തുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. അതൊക്കെ മനസ്സാണ്. ആ മനസ്സിൽ തന്നെയാണ് സ്നേഹം, അതേസമയം ദ്വേഷം. ആ മനസ്സിൽ തന്നെയാണ് സംശയങ്ങൾ, ചോദ്യങ്ങൾ. ഇതൊക്കെ മനസ്സിലാണുള്ളത്. ഇനി ആ മനസ്സിൻ്റെ മറ്റൊരു ഭാഗമാണ് ബുദ്ധി എന്ന് പറയുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ള കഴിവ് ആർക്കുണ്ട്? ബുദ്ധിക്കുണ്ട്. മനസ്സ് സംശയിക്കും, ഉത്തരം പറയേണ്ടത് ബുദ്ധിയാണ്. ഇനി മൂന്നാമത്തത്, ഈ കണ്ടെത്തിയ ഉത്തരങ്ങളെ ഓർത്തു വയ്ക്കുന്നത്, അല്ലെങ്കിൽ അനുഭവങ്ങളെ ഓർത്തു വയ്ക്കുന്നത്, അതിനെ പറയും ചിത്തം എന്ന് പറയും. ചിത്തം എന്ന് പറഞ്ഞാൽ ഓർമ്മകളുടെ ശേഖരം എന്ന് പറയും. ഇനി ഈ 3 ചേർന്നിരിക്കുന്ന ഞാനെന്ന് പറയുന്ന അഭിമാനത്തെ, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ അഹങ്കാരം എന്ന് പറയും. അപ്പോൾ ഏതൊക്കെ ഉണ്ട്? മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ചിത്തമുണ്ട്, അഹങ്കാരമുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ടേ. കാപിലയോപാഖ്യാനം വരുമ്പോൾ ഞാൻ വ്യക്തമായി മനസ്സിലാക്കി തരാം. ഇതിനെ പറയും സൂക്ഷ്മ ശരീരം, അല്ലെങ്കിൽ അന്ധക്കരണം എന്നൊക്കെ വിളിക്കും. ഈ സാധനത്തെയാണ് ബ്രഹ്മാവ് എന്ന് വിളിക്കുന്നത്. ഹിന്ദു സംസ്കാരത്തിൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ, ബ്രഹ്മാവിന് 4 തലയെന്ന് പറഞ്ഞാൽ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ചിത്തമുണ്ട്, അഹങ്കാരമുണ്ട്. അല്ലെങ്കിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, നോക്കൂ, നമ്മൾ വളരെ ഈ പുരാണങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ അപകടമാണ്. ഒരു മനുഷ്യൻ 4 തലയുള്ള ഒരാൾ ഇങ്ങനെ സൃഷ്ടിക്കുകയെ, അയാൾക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ? ഇപ്പം കഥ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് സൃഷ്ടിയും വരണമെങ്കിൽ മനസ്സിൽ കാമമെന്നൊരു വികാരം വരണം. വേണോ വേണ്ടയോ? എത്ര വേണം എത്ര വേണ്ട എന്നുള്ളൊരു ബുദ്ധി വേണം, ഒരു നിയന്ത്രണം വേണം. വേണോ വേണ്ടയോ? എങ്ങനെയുള്ള സൃഷ്ടി വേണം, എങ്ങനെയുള്ള സൃഷ്ടി വേണ്ട എന്നുള്ളൊരു സംസ്കാരം വേണോ? ഇല്ലേ? ഒരു കുത്തൊഴിഞ്ഞു പോയാൽ പോയില്ലേ ഇതെല്ലാം? അല്ലേ? ശരിയല്ലേ? അപ്പം ഈ തരത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിലായതുകൊണ്ട് ബ്രഹ്മാവിനെയാണ് ഏതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്? സൃഷ്ടിയുടെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ബ്രഹ്മാവിൽ നിന്നും പ്രകടമായ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്നത്, പ്രഥമം ആരാണത്രേ? പറയുന്നു, ദുശ്ചരം ബ്രഹ്മചര്യം, വളരെ പ്രയാസകരമായ ബ്രഹ്മചര്യത്തെ അനുഷ്ഠിച്ച 4 പേരാണ്. സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതൻ. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആദ്യം പ്രകടമായത്, ഈ ഭാരതത്തിൽ പ്രകടമായത് നല്ല വിചാരമുള്ളവരായിരുന്നു. അവരുടെ മനസ്സ് ശരീരത്തോടായിരുന്നില്ല ഒട്ടി നിന്നത്. അവരുടെ മനസ്സ് പരിപൂർണമായി ഒട്ടി നിന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിലായതുകൊണ്ട് അവരുടെ മനസ്സിൽ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവർക്കൊന്നും പൂർത്തീകരിക്കാനില്ല.
ആ പരിപൂർണതയിൽ പ്രകടമായവരായതുകൊണ്ട് പരമജ്ഞാനികളാണ് ആദ്യം പ്രകടമായത്. അവരെയാണ് ഊർധ്വരേതസ്സുകൾ. ഊർധ്വരേതസ് എന്ന് പറഞ്ഞാൽ സകല ദുർബല വികാരത്തിൽ നിന്നും ഉയർന്നുകൊണ്ട് മനസ്സിനെ പരിപൂർണമായി, എപ്രകാരമാണോ സൂര്യൻ്റെ അഭിമുഖമായി നമ്മൾ നിൽക്കുമ്പോൾ ആ സൂര്യപ്രകാശം പരിപൂർണമായി നമ്മുടെ മുഖത്തേക്ക് തട്ടുന്നത്, അതുപോലെ അവരുടെ മനസ്സ് പരിപൂർണമായി ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിലേക്കായതുകൊണ്ട് അവരെയാണ് സനാതന മഹർഷിമാർ അല്ലെങ്കിൽ സനൽകുമാര മഹർഷിമാർ. സനാതനം എന്ന് വിളിക്കാൻ കാരണം സനാതനമായതിലേക്ക് മനസ്സ് പരിപൂർണമായി തിരിഞ്ഞവരായിരുന്നു. പിന്നീട് ബ്രഹ്മാവിന് മനസ്സിലായി സൃഷ്ടി ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല. അങ്ങനെ അദ്ദേഹം സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും പിന്നെ പ്രകടമായത് ആരാണത്രേ? യജ്ഞേശ സൗകരം വപു. ആരാണ്? യജ്ഞരൂപം കൊണ്ട് ഭഗവാൻ അവതരിച്ചു എന്നാണ്. യജ്ഞരൂപം എടുത്തിട്ട് അങ്ങനെ വന്നിരിക്കുന്ന അവതാരം. നിങ്ങൾ കഥ അറിയാലോ, ഭാഗവതത്തിലെ ഭഗവാന്റെ വരാഹാവതാരം വരുന്നത് എവിടുന്നാണ്? ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും പ്രകടമായ വരാഹാവതാരം യജ്ഞേശ സൗകരം വപു. മൂന്നാമതായിട്ട് തൃതീയം ദേവർഷിത്വം. ദേവർഷിയായിട്ട് ആര് വന്നു? നാരദ മഹർഷി. ഇനി ഇങ്ങനെ കൂടെ വന്നോളേ. നാലാമത്തത് നരനാരായണ ഋഷി. അഞ്ചാമത്തത് കപിലാവതാരം. ആറാമത്തത് ഷഷ്ടേ അത്രേപതിത്വം പ്രാപ്തോ അനസൂയാദേവിക്കും അത്രി മഹർഷിക്കും കിട്ടിയിരിക്കുന്ന ആ പുത്രൻ. അതാണ് അത്രേ ഭഗവാന്റെ ദത്താത്രേയ രൂപം എന്ന് പറയുന്നത്. ഏഴാമതായിട്ട് ഭഗവാൻ യജ്ഞരൂപത്തിൽ ആകൂതി ദേവിക്ക് പ്രകടമായി. എട്ടാമതായിട്ട് ഭഗവാൻ മേരുദേവിയിലൂടെ ഭഗവാൻ നാഭേജാത ഉരുക്രമ ദർശയൻ പത്മധീരാണാം സർവാശ്രമ നമസ്കൃതം. ഭഗവാൻ ഋഷഭനായിട്ട് നാഭീദേവിയിലൂടെ പ്രകടമായി എന്നാണ്. പിന്നീട് ഭഗവാൻ ഋഷിപരിയാജിതോ ഭേജേ നാമം പാർത്ഥിവം വപു. ഈ ഭൂമിയെ രക്ഷിക്കാനായിട്ട്, ഭൂമിയെ ഉയർത്താനായിട്ട്, അല്ലെങ്കിൽ ഭൂമിയെ അനുഗ്രഹിക്കാനായിട്ട് പൃഥുരൂപത്തിൽ വന്നു. പിന്നീട് ഭഗവാൻ അടുത്ത അവതാരം വരുന്നത് ഭഗവാന്റെ 10ാമത്തെ അവതാരമായിട്ട് മത്സ്യാവതാരം ചാക്ഷുഷമന്വന്തരത്തിൽ. പിന്നീട് അത് കഴിഞ്ഞ് ദദ്രേ കമളരൂപേണ ഭഗവാന്റെ 11ാമത്തെ അവതാരമായിട്ട് കൂർമാവതാരം, 12ാമത്തെ അവതാരമായിട്ട് ധാന്വന്തരം. ഭഗവാൻ അമൃത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോഹിനി രൂപമെടുത്തു. ചതുർദശം നാരസിംഹം, 14ാമതായിട്ട് നരസിംഹാവതാരം, 15ാമതായിട്ട് വാമനാവതാരം, 16ാമതായിട്ട് ഭഗവാൻ ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ചുകൊണ്ട് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി വന്ന പരശുരാമാവതാരം. അത് കഴിഞ്ഞ് പിന്നീട് ഭഗവാന്റെ വേദവ്യാസ മഹർഷി തന്നെ ഒരു അവതാരമായിട്ട് പറയുകയാണ്, ജാത സത്യവത്യാം പരാശര മഹർഷിയിലൂടെ പ്രകടമായ ഞാൻ തന്നെ ഒരു ഭഗവാന്റെ അവതാരമാണ്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ നരദേവത്വമാപന്ന സുരകാര്യ ചികിത്സയാ സമുദ്ര നിഗ്രഹാദീനി. ഈ സമുദ്രത്തെ നിഗ്രഹം ചെയ്ത് തടഞ്ഞുകൊണ്ട് സീതാദേവി വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി, രാവണാദികളെ വധിച്ച് സീതാദേവി കൊണ്ടുവരാൻ വേണ്ടി വന്നിരിക്കുന്ന ഭഗവാന്റെ രാമാവതാരം. 19ാമതായിട്ട് ഭഗവാന്റെ ബലരാമാവതാരം. 20ആയിട്ട് ശ്രീകൃഷ്ണാവതാരം. 21ാമതായിട്ട് ബുദ്ധോനാമന, ബുദ്ധമതത്തിലെ ബുദ്ധനെ ഇവിടെ അവതാരമായിട്ട് പറയുകയാണ്. ഇനി 22ാമതായിട്ട് ഭഗവാൻ അവതരിക്കും. എപ്പോ? കലിയുഗത്തിൽ അവതരിക്കത്രേ. അദ്ദേഹത്തിൻ്റെ പേരാണ് കലിക്ക അവതാരം. ഇത്രയും കഴിഞ്ഞോ? പറയാണ്, ഇനി നിങ്ങൾ വിചാരിക്കേണ്ട അത്രയൊക്കെ ഭാരതത്തിൽ അവതാരമുള്ളൂ. പിന്നെയോ നിങ്ങളൊക്കെ അവതാരാഹി അസംഖ്യേയ. അവതാരങ്ങൾ അസംഖ്യമാണ്. ഭാഗവതത്തിലെ ഓരോ വരികളും ഗംഭീരാണ്. അസംഖ്യേയ ഹരേ സത്വനിതേദ്വിജ. ഭഗവാന്റെ അവതാരങ്ങളൊന്നും എണ്ണി തിട്ടാപ്പെടുത്താൻ പറ്റില്ല. ഏതുപോലെയാണിത്? യഥാവിദാസിനക്കുല്യ സരസ്സസ്യു സഹസ്രശ. ഇതിലും നല്ലൊരു ഉദാഹരണം ഇനി പറയാൻ പറ്റില്ല. ഏതുപോലെയാണത്? ഒരു സരസ്സിലേക്ക് സഹസ്രശ കുല്യ, ഒരു വലിയ സാഗരത്തിലേക്ക് അനവധി പുഴകൾ പോകുന്നത് പോലെ. പുഴകൾ വലുപ്പം ഉണ്ടാവും, പുഴകൾ ചെറുപ്പമുണ്ടാവും, പക്ഷെ ഒഴുകുന്ന വെള്ളം എല്ലാം ഒന്ന് തന്നെയാണ്. രാമാവതാരായാലും കൃഷ്ണാവതാരായാലും അയ്യപ്പൻ്റെ അവതാരായാലും ദേവിയുടെ അവതാരായാലും എല്ലാ അവതാരത്തിലും ഇരിക്കുന്ന ചൈതന്യം ഒരുപോലെയാണ്. വളരെ ശ്രദ്ധിക്കുക ഈ പറയുന്നത്. നമ്മളെല്ലാ ദേവന്മാരെയും ഒരുപോലെയാണോ കാണുന്നത്? ഉദാഹരണത്തിന് ഒരു ജ്യോത്സ്യര് നിങ്ങളോട് പറയണം, വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഗുരുവായൂരപ്പനൊരു പാൽപ്പായസം കഴിപ്പിച്ചേക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ഗുരുവായൂരപ്പന്
കൃഷ്ണൻ ഒരു പാൽപ്പായസം കഴിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേര് എറണാകുളത്ത് തന്നെ കഴിക്കും? കുറച്ച് പേര്. എത്ര പേര് ഗുരുവായൂർ പോയി കഴിക്കും? എനിക്കറിയാം നിങ്ങൾ കൈ പൊക്കില്ല എന്ന്. നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എറണാകുളത്തെ കൃഷ്ണനേക്കാൾ ഗുരുവായൂരിലെ കൃഷ്ണൻ തന്നെയാണ് കേമൻ. കാരണം ഫിനാൻഷ്യലി സൗണ്ടാണ് അയാൾ. ഇവിടുത്തെ ഗുരുവായൂരപ്പൻ അത്ര ശക്തിയില്ല. അപ്പം എത്ര ഗുരുവായൂരപ്പന്മാരുണ്ട്? ഇവിടെ ഭാഗവതത്തിൽ പറയുന്നത് എല്ലാവരിൽ ഇരിക്കുന്ന ചൈതന്യം കണക്ക് തന്നെ സ്വാമി. അവിടുത്തെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചാൽ പിന്നെയും ശക്തിയുണ്ട്, ഇവിടുത്തെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചാൽ ശക്തിയില്ല. നോക്കൂ, എത്ര നമ്മൾ തെറ്റായിട്ടാണ് ഉറപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ മനസ്സ് സത്യത്തെ മനസ്സിലാക്കാതെ ഈശ്വരനെ രൂപമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് തോന്നുകയാണ് ഒരു ഈശ്വരൻ്റെ രൂപം വേറൊരു ഈശ്വരൻ്റെ രൂപത്തിൽ നിന്നും വ്യത്യസ്തമാണ്. വാസ്തവത്തിൽ ഈശ്വരനല്ല കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സ് ദുർബലമാകുമ്പോൾ നാം ഈശ്വരനെ വേറെയായി കണ്ടിരിക്കും. എന്നാൽ ഈശ്വരൻ എന്ന് പറയുന്നതോ അനവധി അവതാരങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ എന്തിനാ വന്നതെന്ന് നമുക്ക് പിന്നീട് നോക്കാം. അനവധി അവതാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ അവതാരങ്ങളിലൊക്കെ ഇരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. ഇനി ചോദിക്കുകയാണ്, അപ്പം എന്തിനാ ഈ എല്ലാവരും ഒന്ന് വന്നാൽ പോരെ? ഈ അനവധി വന്നതല്ലേ കുഴപ്പമായത്? എന്തിനാ ഇത്ര അധികം? ഇനി അവിടം കൊണ്ട് നിർത്തുന്നില്ല, ഇനിയുണ്ട്. ആരൊക്കെയാണ്? ഋഷയോ മനവോ ദേവ മനുപുത്ര മഹോജസ കലാ സർവേ ഹരേരേവ സപ്രജാപതയസ്തദാ. ഋഷീശ്വരന്മാര്, മനുക്കള്, മനുപുത്രന്മാര്, സർവേ ഹരേഹേ കലായേവ. ഇവരൊക്കെ ഹരിയുടെ കലകളാണ്. ആരൊക്കെയാണ്? ഋഷീശ്വരന്മാര്, മനുക്കള്, മനുപുത്രന്മാര്. നമ്മളൊക്കെ മനുവിൻ്റെ വംശത്തിൽ വന്ന മനുപുത്ര പരമ്പരയിൽ വന്നവരാണെങ്കിൽ നമ്മളും ആരായിരിക്കണം? കേൾക്കാറില്ലേ വീട്ടിൽ ചിലപ്പോൾ ഈ വാക്ക്? ഇപ്പോൾ മനസ്സിലായത് സ്വാമി എന്തിനാ അവതാരം എന്ന് വിളിക്കുന്നത് എന്ന്. എങ്ങാനും ലേറ്റായി കഴിഞ്ഞാലുണ്ടല്ലോ ഉടനെ പറയാം, ഓ ഇത്ര നേരത്തെ അവതരിച്ചുവോ, എന്ത് പറ്റിയാവോ? കേൾക്കാറില്ല? ഇപ്പം ഒന്നും ഇങ്ങനത്തെ വാക്കുകളൊന്നും ആരും പറയാല്ലേ. പണ്ടുള്ളവർ നല്ല രസികന്മാരായിരുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത്തിരി ലേറ്റായിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ഓ ഇത്ര നേരത്തെ അവതരിച്ചുവോ, എന്താവോ, ഒരു അത്ഭുതം പോലെയാണ് പറയുക. അപ്പോഴാണ് മനസ്സിലാവണത് നമ്മളും അവതാരമാണെന്ന്. പിന്നെ അന്ന് മനസ്സിലാക്കിയിരിക്കുന്ന അവതാരങ്ങളും ഇങ്ങനെ ലേറ്റാണെന്നാണ്. അപ്പോൾ അവതാരം എന്നുള്ളൊരു ശബ്ദം നമ്മുടെ പൂർവികന്മാർ പറയുന്നത് അവതരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, അവതരിക്കുക എന്ന് പറഞ്ഞാൽ പ്രകടമാവുക എന്നർത്ഥം, പ്രകടമാവുന്നത്. അപ്പം നമ്മളൊക്കെ ജനിച്ചു എന്നല്ല പറയണത്, നമ്മളൊക്കെ അവതരിച്ചു. അപ്പം ഇവരൊക്കെ കലകളാണ്. ഇനി ചിലവരൊക്കെ ആണെങ്കിലോ അംശങ്ങളാണ്. ഈ പറഞ്ഞവരൊക്കെ അംശങ്ങളാണ്, ചിലവരൊക്കെ കലകളാണ്. എന്നാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഒരാൾ മാത്രം പൂർണ്ണമായ അവതാരമാണ്. അതാരാണ്? അപ്പം എന്താണ് ഇവിടെ ഈ അവതാരങ്ങളിൽ കലാവതാരങ്ങളെന്നും അംശാവതാരങ്ങളെന്നും പൂർണ്ണാവതാരം, ഇങ്ങനെ 3 അവതാരങ്ങളുണ്ട്. 21 പേര് അംശാവതാരങ്ങളാണ്. എന്നാൽ ഇവരൊക്കെ ഉണ്ടല്ലോ ഋഷി, മനവ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവരൊക്കെ കലാവതാരങ്ങളാണ്. ഇപ്പം എന്താ കലാവതാരം, അംശാവതാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സൂര്യഗ്രഹണം എടുക്കും, അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും ഈ പറഞ്ഞ വാക്ക്. സൂര്യൻ്റെ ഒരു ചെറിയ കല ഇവിടെ വീഴുന്നുവെങ്കിൽ ബാക്കിയുള്ള മെയിൻ ഭാഗങ്ങളൊക്കെ മറ്റൊരു ഭാഗത്ത് മറഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു ഭാഗത്താണ് അതിൻ്റെ പ്രകാശം വരുന്നത്, ഇങ്ങോട്ടത് മറഞ്ഞിരിക്കുകയാണ്. അപ്പം കല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു വലിയ സത്യത്തിൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെ പ്രകാശം കുറച്ചു മാത്രം കിട്ടുന്നതിന് കല എന്ന് പറയും. കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്നതിനെയോ? കലയേക്കാളും കൂടുതലാണോ അംശം, അതോ കുറവാണോ? കൂടുതലാണ്, കുറേയും കൂടി അംശം, ദേശം, അംശം എന്നൊക്കെ പറയാറില്ലേ? എന്നാൽ പൂർണ്ണം എന്ന് പറഞ്ഞാലോ യാതൊരു തടസ്സവുമില്ലാതെ. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സാകുന്ന ചന്ദ്രൻ, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സൂര്യനാകുന്ന ചൈതന്യം, ഭൂമിയാകുന്ന ശരീരം, ഈ മനസ്സാകുന്ന ചൈതന്യം